എല്ലാവർക്കും നമസ്കാരം. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആയിരിക്കുന്നത് ഒരു കല്യാണ വിശേഷം പങ്കുവയ്ക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ആഹ്ലാദകരവും വളരെ സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. രണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അവരുടെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്നും ഒരുമിച്ച് വരുന്ന ആ വ്യക്തികളുടെ ജീവിതം നമുക്ക് അത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് എന്നതുപോലെ തന്നെ വളരെ സന്തോഷകരവുമാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് കാനാവിലെ കല്യാണ വിശേഷമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന കാനാവിലെ കല്യാണ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അന്ന് കാനാവിൽ ഒരു കല്യാണമുണ്ടായി. ആ കല്യാണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചുവെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത് ദിവസങ്ങൾ നീളുന്ന ആഘോഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് യഹൂദന്മാരുടെ വിവാഹം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഏകദേശം 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ആ കല്യാണ വിശേഷമെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു 2-3 ദിവസം എന്ന് പറയുന്നത്, അതിൽ ആദ്യത്തെ 2-3 ദിവസം ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് വരുന്നത് ആ സമൂഹത്തിലെ സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അതിനുശേഷമാണ് താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ സാധാരണ ആളുകളൊക്കെ ആ വിരുന്നിൽ സംബന്ധിക്കുന്നത്. അങ്ങനെ ഒരു ഓർഡർ ബേസിലാണ് ആ വിവാഹത്തിൻ്റെ ക്ഷണവും കാര്യങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. ഇവിടെ ആ കാനാവിലെ കല്യാണത്തിൽ കർത്താവായ യേശു ക്രിസ്തു പങ്കെടുത്തത് ആദ്യത്തെ ദിവസങ്ങളിലല്ല, മറിച്ച് തുടർന്നുള്ള ദിവസങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ, ക്ഷണിക്കപ്പെട്ട ആ വലിയ അതിഥികളുടെ കൂട്ടത്തിലല്ല, VIP-കളുടെ കൂട്ടത്തിലല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആ ആളുകളുടെ, ആ ക്ഷണിതാക്കളുടെ ക്ഷണിതാക്കളിൽ നിന്നുമാണ് കർത്താവ് ആ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ വിവാഹത്തിന് കർത്താവായ യേശു ക്രിസ്തു ക്ഷണിക്കപ്പെട്ടു, വിവാഹ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വളരെ സന്തോഷകരവും ആഹ്ലാദകരവുമായ നിമിഷത്തിൽ കൂടെ ആ വിവാഹ വീട് കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അവിചാരിതമായിട്ട് അവിടെ വീഞ്ഞു തീർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒരുപാട് പേരെ ക്ഷണിച്ച് ആ ക്ഷണിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും തന്നെ ആ ഭക്ഷണം കൊടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വിവാഹ ഭവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിവാഹ വീടിൻ്റെ എന്തുമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്തുമാത്രം അപമാനമായിരിക്കും അവിടെ നേരിടേണ്ടി വരുന്നത്. അങ്ങനത്തെ ഒരു അനുഭവമാണ് ആ യഹൂദ കുടുംബത്തിനും ഉണ്ടായത്. ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും കൊടുക്കുവാനുള്ള വീഞ്ഞ് അവിടെ വന്നില്ല, വീഞ്ഞ് അവിടെ പോരാതെ വരുന്നു. വളരെ സങ്കടത്തിൻ്റെയും അപമാനത്തിൻ്റെ നിമിഷം. അവിടെ ആ വീഞ്ഞ് തീർന്നു പോകുന്ന ആ അവസ്ഥയിൽ യേശു ആ വീഞ്ഞ് തീർന്ന അവസ്ഥയെ അറിയുകയും പുറത്ത് വച്ചിരിക്കുന്ന കൽപാത്രങ്ങളിൽ ആ വീഞ്ഞ് നിറച്ചതിന് ശേഷം അത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ കർത്താവ് അവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്നും 2 കാര്യങ്ങൾ നിങ്ങളുമായി വളരെ വേഗത്തിൽ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആ വിവാഹ ഭവനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചിരുന്നു. 2, അവിടെ പുറത്ത് വച്ചിരിക്കുന്ന കൽപാത്രങ്ങൾ, ഏതാണ്ട് 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. 2-3 പറ വീതം കൊള്ളുന്ന ആ കൽപാത്രങ്ങൾ ശൂന്യമായിരുന്നു. 2 കാര്യങ്ങൾ ഇവിടെ കാണുന്നു. ഒന്ന്, കർത്താവിനെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. 2, കൽപാത്രങ്ങൾ ശൂന്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പക്ഷേ സാധാരണക്കാരനായിരിക്കാം, ഒരുപക്ഷെ ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. സാധാരണക്കാരായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചാൽ അസാധാരണമായ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ യേശു ആ ഭവനത്തിൻ്റെ ആ വിഷമങ്ങൾ കണ്ട്, പ്രയാസങ്ങൾ കണ്ട്, പുറത്ത് വച്ചിരിക്കുന്ന കൽപാത്രങ്ങളിൽ 2-3 പറ അളവ് വീതം കൊള്ളുന്ന കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുവാൻ ആ പരിചാരകരോട് ആവശ്യപ്പെട്ടു. അവർ വക്കോളവും നിറച്ചു. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ മാത്രം ജീവിതത്തിൽ വിടുതലുകൾ, അത്ഭുതം സംഭവിക്കത്തില്ല. മറിച്ച് ആ യേശുവിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ചില ശൂന്യമായ ഇടങ്ങൾ, യേശുവിന് പ്രവർത്തിക്കാൻ തക്ക വിധമുള്ള ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായിത്തീരുന്നു. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. ഒന്ന്, യേശുവിനെ ആ വിവാഹ വീട്ടിലേക്ക് ക്ഷണിച്ചു. രണ്ട്, കൽപാത്രങ്ങൾ ശൂന്യമായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് തൊഴിലും ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ പോകുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ക്ഷണിക്കാൻ തയ്യാറായാൽ, യേശുവിന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുവാൻ തയ്യാറായാൽ, ഒരു സ്പേസ് ഉണ്ടാകുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ യേശുവിന് മാറ്റുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങളെ യേശുവിന് പരിഹരിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വ്യാകുലതകളെ, ആകുലതകളെ യേശുവിന് പരിഹരിച്ച് സന്തോഷപ്രദമാക്കി തീർക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. ഇവിടെ യേശുവിനെ ആ വിവാഹ വീട്ടിലേക്ക് കുടുംബം ക്ഷണിച്ചു. കൽപാത്രങ്ങൾ അവിടെ ശൂന്യമായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടാതിരിക്കുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാൻ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഇടം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം നിറഞ്ഞിരിക്കുന്നു. ആ അവസ്ഥയിൽ ഒരു ദൈവികമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല, നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടൊരു ദൈവപ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയതായ ഒരിടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. പ്രാർത്ഥനയിലൂടെ അങ്ങനെ ഒരു സ്പേസ് നമുക്കുണ്ടാക്കാം. സ്തോത്രം. അങ്ങനെ ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയായിത്തീരുന്നു. ആ വിവാഹ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. യേശു ക്ഷണിച്ചു എന്ന് മാത്രമല്ല, യേശു അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ ആ വീഞ്ഞു തീർന്നു പോയ ശൂന്യതയിൽ യേശുവിന് പ്രവർത്തിക്കാൻ തക്കതായ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ആ കൽഭരണികൾ ശൂന്യമായിരുന്നു. ഒരുപക്ഷെ ആ കൽഭരണികൾ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണെങ്കിൽ ഒരുപക്ഷെ അവിടെ വെള്ളം കോരി നിറയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ 2 or 3 പറ വീതം കൊള്ളുന്ന ആ കൽഭരണി ശൂന്യമായതുകൊണ്ടാണ് അവിടെ വെള്ളം കോരി നിറയ്ക്കുവാൻ യേശു ആവശ്യപ്പെട്ടത്. അവരെന്താണ് ചെയ്തത്? അവർ അവിടെ വക്കോളവും നിറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സമൃദ്ധമായ രീതിയിൽ വലിയ അളവിൽ പ്രവർത്തിക്കാൻ തക്കതായ ഒരു സ്പേസ്, ഒരിടം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവത്തിന് സമൃദ്ധമായി പ്രവർത്തിക്കാനുള്ള ഇടം, സ്പേസ് ഒരുക്കി കൊടുക്കാൻ തയ്യാറായാൽ, പ്രിയ ദൈവ പൈതലെ, പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന് സമൃദ്ധമായി പ്രവർത്തിക്കാൻ, ദൈവത്തിന് ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഒരു മിറാക്കിൾ നിന്റെ ജീവിതത്തിൽ, ഇതുവരെ നിന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മിറാക്കിൾ, ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ ദൈവത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന് സാധ്യമാണ്. പക്ഷെ അതിന് ചെയ്യേണ്ട ഒരു കാര്യം, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവായ യേശുവിനെ സ്വീകരിക്കണം, ക്ഷണിക്കണം. ആ കാനാവിലെ കല്യാണ വീട്ടിൽ അവർ ക്ഷണിച്ചതുപോലെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കണം. ക്ഷണിക്കുക മാത്രമല്ല, ആ യേശുവിനെ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്യത്തക്ക നിലവാരത്തിൽ, ഒരു അത്ഭുതം ചെയ്യത്തക്ക രീതിയിൽ ഒരു സ്പേസ്, ഒരു ഇടം നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങളെ നീ പ്രതീക്ഷിച്ചുകൊള്ളുക. വലിയ അത്ഭുതങ്ങളെ നിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറായി തീരട്ടെ. അടുത്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിനെ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണിച്ച് യേശുവിനെ പ്രവർത്തിക്കാൻ ഒരു സ്പേസ്, ഒരിടം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയാൽ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ ഒരു അത്ഭുതമായി തീരും. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.